ഹലോ ഫ്രണ്ട്സ്, 2023 യൂഗോബ നടത്തിയ ഒരു സർവേയിൽ UK NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിൽ 4-ൽ 3 ആൾക്കാരും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് ഇപ്പോഴേ വെളിയിൽ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 1078 NHS സ്റ്റാഫിൻ്റെ ഇടയിൽ നടന്ന ഈ ഒരു സർവേയിൽ ഏകദേശം 76% ആൾക്കാരും ഇതുപോലുള്ള മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇപ്പോഴും പുറത്ത് വന്നിരിക്കുന്നു. നമുക്കറിയാം UK NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നമ്മളുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അനുഭവിക്കുന്ന ടെൻഷനും പ്രഷറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡ്യൂട്ടിയിലും അവർക്കുണ്ടാകുന്ന ആ ഒരു പ്രഷർ എന്ന് വെച്ചാൽ അവർക്ക് താങ്ങുന്നതിലും അപ്പുറമാണ്. UK NHS ഹോസ്പിറ്റലുകളിലെ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സ്റ്റാഫ് ഷോർട്ടേജാണ്. നമുക്കറിയാം പല വാർഡുകളിലും നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ ഒരു 6 നേഴ്സസ് അല്ലെങ്കിൽ ഒരു 5 ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മിക്കവാറും എല്ലായിടത്തും തന്നെ വീണ്ടും ഇപ്പോഴും ഷോർട്ടേജ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഇന്ത്യയിൽ നിന്ന് ധാരാളം നേഴ്സസാണ് UK എത്തിക്കൊണ്ടിരുന്നെങ്കിൽ കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് ഇപ്പോൾ വളരെ വിരലിലെണ്ണാവുന്ന നേഴ്സസ് മാത്രമാണ് UK എത്തുന്നത്. കാരണം ഇപ്പോൾ അവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 45,000-ന് മുകളിൽ ഇപ്പോൾ സ്റ്റാഫ് നേഴ്സസിൻ്റെ ഒരു ഷോർട്ടേജ് ഇംഗ്ലണ്ടിൽ മാത്രം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ UK ഈ ഒരു റിക്രൂട്ട്മെൻറ്റുകൾ എത്രയും പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വലിയ വലിയ ഇഷ്യൂസ് ആയിരിക്കും UK ഇപ്പോൾ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നത്. UK ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു. കാരണം ഇവിടെ നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ള മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഗവൺമെൻറ് അടുത്ത ഇലക്ഷനിലേക്ക് പോകുന്നു. ചിലപ്പോൾ ഈ ഒരു ഇലക്ഷൻ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കാണുമെന്നുള്ള ഒരു സൂചന ഇപ്പോഴും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും അടുത്ത ഒരു ഗവൺമെൻറ് പുതിയതായിട്ട് വന്നു കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് അവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ പുനരാരംഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം അങ്ങനെ പുനരാരംഭിച്ചില്ല എന്നുണ്ടെങ്കിൽ UK NHS ഹോസ്പിറ്റലുകൾ വലിയൊരു പ്രശ്നത്തിലേക്ക് കടക്കും എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മളെപ്പോലെയുള്ള NHS ജോലിക്ക് വരുന്ന ഓരോ നേഴ്സസും അറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഇതുപോലുള്ള ഫേക്ക് സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ IELTS OET 1-2 പ്രാവശ്യം എഴുതി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഇതുപോലുള്ള ചണ്ഡീഗഡിലോ അല്ലെങ്കിൽ പഞ്ചാബിലോ പോയിട്ട് ഏതെങ്കിലും ഒരു ഫേക്ക് ഏജൻസിയുടെ ത്രൂവിൽ നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് കരസ്ഥമായിക്കൊണ്ട് UK വരാനായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും തയ്യാറെടുക്കരുത്. നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ചണ്ഡീഗഡിൽ നിന്നും ഏകദേശം ഒരു 200-ൽ കൂടുതൽ നേഴ്സസാണ് OETയുടെ ഫേക്ക് സർട്ടിഫിക്കറ്റുമായിട്ട് UK NMCയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇപ്പോൾ UK വിവിധ NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഏകദേശം ഒരു 148 നേഴ്സസിന് NMC ഓൾറെഡി ഇമെയിലുകൾ അയച്ചിരിക്കുന്നു. കാരണം അവരുടെ മേലെ ഇവിടെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നേഴ്സസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വർഷമെങ്കിൽ അവരെ ഡിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള കാരണമാകാനുള്ള സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഒരു നേഴ്സിനെ ഇപ്പോൾ ഓൾറെഡി അവർ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. പല നേഴ്സസും അതുപോലെ വലിയ കടുത്ത സമ്മർദ്ദത്തിൽ കൂടിയാണ് ഇപ്പോഴേ കടന്നു പോകാൻ. നമുക്കറിയാം UK എത്തി ഇപ്പോൾ NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അതിനുശേഷം ഇതുപോലുള്ള ഫേക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ട് UK എത്തി അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ NMC സ്ട്രെയിറ്റ് അവേ അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്കിവിടെ Band 5 നേഴ്സായിട്ട് തുടരാനായിട്ട് സാധിക്കത്തില്ല. വിസ ക്യാൻസലായിട്ട് അവർക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള നേഴ്സസ് ആണെങ്കിൽ പോലും അവരുടെ ഭാഗത്ത് എന്തെങ്കിലും അവരറിയാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പെട്ടുപോയതാണെന്നുണ്ടെങ്കിൽ അത് NMCയെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ഒരു OET എക്സാം എഴുതാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് NMC ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതുപോലുള്ള അബദ്ധം പറ്റി വന്നവരാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് അത് NMCയെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അറിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സജ്ജീകരണങ്ങൾ NMC തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ കുഴിച്ച കുഴിയിലാണ് നമ്മളിപ്പോഴേ വീണിരിക്കുന്നത്. കാരണം ഇതുപോലുള്ള ഷോർട്ട് കട്ടുകളിൽ കൂടിയൊക്കെ പോയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്നത്. നമുക്കറിയാം ഒരു ആദ്യ കാലഘട്ടത്തിൽ ഏകദേശം ഒരു 2000-2006-2007 വരെ ഒക്കെ വന്നിട്ടുള്ള നമ്മളുടെ മലയാളികളായ നേഴ്സസ് ഇവിടെ വന്നുള്ള ഹാർഡ് വർക്കും അതുപോലെ തന്നെ അവരുടെ മാനേജ്മെൻറ്റ് സ്കില്ലും അവർക്കുള്ള എക്സ്പീരിയൻസും ഒക്കെ കണ്ടതുകൊണ്ടാണ് ഈ ഒരു 2019 രണ്ടാമത് വീണ്ടും റിക്രൂട്ട്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അവർ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാനായിട്ടാണ് UK NHS ഹോസ്പിറ്റലുകൾ തയ്യാറായത്. അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ആയിരക്കണക്കിന് മലയാളി നേഴ്സസിനെ ഇപ്പോഴേ UK ഫ്രീ ആയിട്ട് എത്തിച്ചേർന്ന് ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാനായിട്ട് സാഹചര്യമുണ്ടായത്.
നമ്മളത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മിസ്യൂസ് ചെയ്തു. അതുപോലൊക്കെ തന്നെ നമ്മളെ അവർ അന്ധമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വിശ്വാസം കാക്കാനായിട്ട് നമ്മൾക്ക് സാധിച്ചില്ല. നമ്മൾ പല മേഖലകളിലും നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ NHS ഹോസ്പിറ്റലുകളിൽ നിന്ന് മാത്രമല്ല കെയറേഴ്സായിട്ടൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ 10-15 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഇതുപോലെയുള്ള കെയർ വേക്കൻസികൾ ഒരു വിസ എടുത്തുകൊണ്ട് യാതൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഇല്ലാതെയാണ് ഇവിടുത്തെ കെയർ ഹോമുകളിലും അതുപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് കെയർ വിസകളിലൊക്കെ വന്നിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ടോട്ടലി നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചകളാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോഴും അടുത്ത ഒരു റിക്രൂട്ട്മെൻറ്റുകൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരെത്രമാത്രം നമ്മളെ മലയാളികളായ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ ആൾക്കാരെ അവർ കൺസിഡർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ കാണേണ്ടുന്ന കാര്യമാണ്. കാരണം നമുക്കറിയാം ഈ ഒരു നൈജീരിയൻ നേഴ്സസിൻ്റെ CBT പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ നൈജീരിയയിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റുകൾ കുറച്ചത്. ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ കുട്ടികൾ, അതേപോലെ തന്നെ IELTS OET ഒക്കെ എഴുതിയിട്ട് ഇപ്പോൾ പാസ്സായിട്ട് 6 മാസം 8-9 1 വർഷം വരെയൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ആ റിക്രൂട്ട്മെൻറ്റുകൾ കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ IELTS OET ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ആളുകൾ UK വരുമ്പോൾ UK എന്നല്ല പിന്നെ ഏതൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഫേക്ക് സർട്ടിഫിക്കറ്റുമായിട്ട് ഒരു കാരണവശാലും പോകരുത്. ഇതുപോലെയുള്ള കൺട്രികളിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് പോയി, കാരണം നമ്മൾ ഗൾഫിലൊക്കെ പോകുന്നത് പോലെയല്ല. ഈ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പിടിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ആ ഒരു സത്യമാണ് ഇപ്പോഴെ പുറത്ത് വന്നിരിക്കുന്നത്. 2022 ചണ്ഡീഗഡിൽ നിന്നും ഇത്രയും നേഴ്സസ് OET സർട്ടിഫിക്കറ്റുമായിട്ട് UK എത്തിച്ചേർന്ന് ഇപ്പോൾ 2024 ആയപ്പോഴേക്കും അവരുടെ മുകളിൽ പിടി വീണിരിക്കുന്നു. രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ റിക്രൂട്ട്മെൻറ്റിനെ ഇനിയിപ്പം പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ പൊതുവായിട്ട് ഇപ്പം നേഴ്സസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ UK വന്ന ഓരോ നേഴ്സും ഇപ്പം NHS ഹോസ്പിറ്റലുകളിൽ ജോലി കിട്ടി വന്നിരിക്കുന്ന ഓരോ നേഴ്സസും ഏകദേശം ഒരു മിനിമം 10,000 പൗണ്ട് NHS ചിലവാക്കിയിട്ടാണ് അവരെ UK കൊണ്ടുവന്നത്. പക്ഷേ UK എത്തിയിട്ടുള്ള നേഴ്സസ് എന്ന് പറഞ്ഞാൽ അവർ തീർത്തും അൺഹാപ്പിയാണ്. കാരണം അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സാലറിയോ അല്ലെങ്കിൽ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ സാലറി കിട്ടുന്നില്ല, അവരുടെ ഉദ്ദേശിച്ച രീതിയിൽ അവർക്കൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ വന്നതിന് ശേഷം ഒരു വർഷമൊക്കെ ആയിട്ടുള്ള ധാരാളം നേഴ്സസാണ് UK നിന്നും വിട്ടിട്ട് ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്തു പോയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ UK ഗവൺമെൻറ്റിന് അറിയാവുന്ന കാര്യങ്ങളാണ്. എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ടെന്നും എത്ര പേര് മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്, അതിൽ ആരൊക്കെയാണ് പോയിരിക്കുന്നതൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ നേഴ്സസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരെ 10,000 പൗണ്ട് മുടക്കി കൊണ്ടിരുന്ന ഒരു നേഴ്സ് ഇവിടെ 1 വർഷം പോലും ജോലി ചെയ്യാതെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്ന് വീണ്ടും അവർ റിക്രൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് മടിക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ വന്നിട്ടുള്ള നേഴ്സസും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുമാണ് നമ്മുടെ ഇതുപോലെയുള്ള ഇനിയും വരുന്ന തലമുറ, അതായത് നമ്മുടെ ഭാവി തലമുറയിലുള്ള ആൾക്കാർ UK വരാനായിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാരുടെ അവസരങ്ങൾ കുറയ്ക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. 2023 അതായത് കഴിഞ്ഞ ഒറ്റ വർഷം ഏകദേശം 1,40,000 ഹെൽത്ത് കെയർ വിസകളാണ് UK ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇതിൽ 89,000 കെയർ മേഖലകൾ, അതായത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കെയർ അല്ലെങ്കിൽ സീനിയർ കെയറായിട്ട് കൊടുത്തിരിക്കുന്ന വിസകളാണ് 89,000. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രം കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 18,000 ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കെയർ വിസകളിലുള്ള ആൾക്കാരാണ് UK എത്തിയിരിക്കുന്നത്. അതുപോലെ നൈജീരിയയിൽ നിന്നും ആ ഒരു സെയിം എമൗണ്ട് 18,000 ആൾക്കാർ വന്നിരിക്കുന്നു. സിംബാബ്വേയിൽ നിന്ന് ഏകദേശം ഒരു 15,000 ആൾക്കാർക്കാണ് ഇതുപോലുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടും സീനിയർ കെയർ ആയിട്ടും ഡൊമസ്റ്റിക് കെയർ വിസകളൊക്കെ UK ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്കറിയാം ഇതുപോലുള്ള മഹാമാരികൾ വന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള വലിയ ഒരു സഖ്യം ആൾക്കാരെ മറ്റുള്ള രാജ്യത്തിലേക്ക് ചേക്കേറുമ്പോൾ കോവിഡ് പോലുള്ള മഹാമാരികളൊക്കെ വന്നു കഴിയുമ്പോൾ ആ രാജ്യത്തിന് ചെറുത്ത് നിൽക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ ഇതിനെതിരെ കടുത്ത ഇപ്പോഴും ആശങ്കയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UK ഗവൺമെൻറ് ഇനിയിപ്പോഴും ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നും വലിയ രീതിയിൽ ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനെയൊക്കെ UK റിക്രൂട്ട് ചെയ്യാനായിട്ട് മടിക്കും. എന്തായാലും ഇതുപോലുള്ള കാരണങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റുകൾ ഇനി കുറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.